കേരളം വെള്ളരിക്ക പട്ടണമാണോ? ഹാർബറിംഗ് ഓഫൻഡറുകൾക്കുള്ള വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 212 അല്ലെങ്കിൽ BNS 249 പ്രകാരം 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ കുറ്റമാണ് ശ്രീ ശിവൻകുട്ടിയും ശ്രീ വി ജോയ് MLAയും ചെയ്തത് എന്ന് മലയാളികൾക്ക് അറിയാമോ? ഹാർബറിംഗ് ഓഫൻഡർ എന്നാൽ ഒരു കുറ്റവാളിക്ക് അറിഞ്ഞുകൊണ്ട് അഭയം നൽകുകയോ ഒളിപ്പിക്കുകയോ അറസ്റ്റ് അല്ലെങ്കിൽ നിയമപരമായ ശിക്ഷ ഒഴിവാക്കാൻ സഹായിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ ക്രിമിനൽ നിയമപ്രകാരം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 212 അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 249 പോലുള്ള കുറ്റവാളിയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്താൽ ഇത് ശിക്ഷാർഹമായ കുറ്റകൃത്യമാണ്. ശിക്ഷ എന്താണ്? കുറ്റകൃത്യം വധശിക്ഷ ലഭിക്കാവുന്നതാണെങ്കിൽ കുറ്റവാളിയെ സംരക്ഷിക്കുന്ന വ്യക്തിക്ക് 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. 2 ജീവപര്യന്തം അല്ലെങ്കിൽ 10 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് അടിസ്ഥാന കുറ്റകൃത്യത്തിന് ജീവപര്യന്തം അല്ലെങ്കിൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണെങ്കിൽ ഹാർബറർക്ക് 3 വർഷം വരെ തടവും പിഴയും ലഭിക്കും. മെയ് 27, 2026 തിരുവനന്തപുരം കേന്ദ്ര ഏജൻസിയായ EDയുടെ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ CPM ക്രിമിനലുകൾ കല്ലും കുപ്പിയും എറിഞ്ഞ് വാഹനം തല്ലി തകർത്തു. ഇത് നിയമവാഴ്ചക്കുള്ള സംസ്ഥാനമാണോ അതോ ഗുണ്ടാ വിളയാട്ട ഭൂമിയോ? നാണക്കേടിന്റെ നാഴിക കല്ലുകൾ. നിയമം പാർട്ടി ഓഫീസിന്റെ പടിക്കൽ തടഞ്ഞു പ്രതികൾ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ചെന്ന് കേട്ട് പോലീസ് ചെന്നപ്പോൾ ഓഫീസിൽ കയറാൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞു? പാർട്ടി നേതാക്കൾ പോലീസുമായി ചർച്ച നടത്തി. പോലീസിന് കുറ്റവാളിയെ പിടിക്കാൻ പാർട്ടിക്കാരന്റെ അനുവാദം വേണമെന്ന് ഏത് ഭരണഘടനയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്? 2 CCTV തെളിവ്. എന്നിട്ടും നാടകം മുൻ കൗൺസിലർ IP ബിനു ചീമുട്ടയറിയുന്നത് കേരളം മുഴുവൻ കണ്ടു. എന്നിട്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് പാർട്ടി ഓഫീസിന്റെ മുന്നിൽ കാത്തു നിൽക്കണം പോലും. ഇത് കേരള പോലീസോ അതോ CPMന്റെ വാച്ച്മാൻമാരോ? 3 വധശ്രമ കേസ് പ്രതികളെ സംരക്ഷിച്ചാൽ എന്ത് പേര്? IPC 212 പ്രകാരം പ്രതിയെ ഒളിപ്പിക്കുന്നവരും പ്രതി തന്നെ. ഹാർബറിംഗ് ഓഫൻഡർ അപ്പോൾ EDയുടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ക്രിമിനലുകളെ പാർട്ടി ഓഫീസിൽ ഒളിപ്പിച്ച നേതാക്കൾ ആരാണ്? അവർക്കെതിരെ കേസില്ലേ? ഇതാണോ നിങ്ങളുടെ കേരള മോഡൽ? കേന്ദ്ര ഏജൻസിയെ ആക്രമിക്കാം, തെളിവ് സഹിതം പ്രതികളെ പാർട്ടി ഓഫീസിൽ ഒളിപ്പിക്കാം, പോലീസിനെ ഗേറ്റിൽ തടയാം, എന്നിട്ട് ജനാധിപത്യം എന്ന് വിളിച്ചു കൂകി വിളിക്കാം. DGPക്ക് ഗവർണർ തന്നെ വിശദീകരണം ചോദിച്ചിരുന്നു. പോലീസിന് വീഴ്ച പറ്റിയെന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നു. 10 വർഷം യജമാന്മാരെ സേവിച്ച് ശീലിച്ചു പോയാൽ യൂണിഫോം ഊരിവെച്ച് പാർട്ടി കൊടി പിടിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ ചോദിക്കുന്നു, 1 പാർട്ടി ഓഫീസ് ഇന്ത്യൻ നിയമത്തിന് പുറത്താണോ? 2 പ്രതികളെ ഒളിപ്പിച്ച നേതാക്കളെ എന്ന് അറസ്റ്റ് ചെയ്യും? 3 DGPക്കും തലസ്ഥാനത്തെ പോലീസിനും നട്ടല്ലില്ലെങ്കിൽ രാജിവെച്ച് പൊക്കൂടെ? നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. പാർട്ടിക്കാരനായാലും ഇനിയും ഈ നാടകം കണ്ടിരിക്കാൻ കേരളം തയ്യാറല്ല. പ്രതികളെ ഒളിപ്പിച്ചത് ആര് തന്നെയാണെങ്കിലും അയാളെ ഹാർബറിംഗ് ഓഫൻഡർ പ്രകാരം കേസെടുത്ത് ഇരുമ്പഴിക്കുള്ളിലാക്കണം. കൂടാതെ പോലീസ് സേനയിലെ ഈ പോലീസ് അടിയാന്മാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുകയും വേണം.